പ്രിയേ, ജ്യൂസിന് മധുരം എങ്ങനെയുണ്ട്? കുറവാണെങ്കിൽ പറഞ്ഞാ മതി കേട്ടോ, ഞാന് പഞ്ചസാര ഇട്ട് തരാം. ചേട്ടൻ തന്നെ ഒരുപാട് പഞ്ചാര ഒലിപ്പിക്കുന്നുണ്ടല്ലോ, പിന്നെ ഇപ്പൊ ജ്യൂസിൽ ഇച്ചിരി മധുരം കുറഞ്ഞാലേ കുഴപ്പമില്ല. എടാ, നീ വല്ലാണ്ടൊക്കെ ചിരിക്കല്ലേ. അത് ശരിയാ, ഈ ചേട്ടനും ഇച്ചിരി പഞ്ചാര കൂടുതലാണ്. എടാ, ഈ ചെക്കൻ നമുക്കൊരു പാരയാവുന്ന എനിക്ക് തോന്നുന്നു കേട്ടോ. ആകെ ഒരു അടക്കാക്കുരുവിന്റെ അത്രേ ഉള്ളൂ. ഓന്റെ വർത്താനം കേട്ടില്ലേ? പതിയെ പറയടാ, അത് കേക്കും. വരുൺ, എന്താ മാറി നിൽക്കുന്നേ? അവനങ്ങനെ പലതും പറയും കേട്ടോ. കുഞ്ഞല്ലേ, കാര്യാക്കണ്ട. അതൊന്നും കുഴപ്പമില്ലടോ. ഛേ, അവൻ ചെറിയ കുട്ടിയല്ലേ, അവൻ എന്തെങ്കിലും പറഞ്ഞു കരുതിയിട്ട്. അതെ അതെ, ഞാനിപ്പോ ഇവനോട് പറയായിരുന്നു, നീ അവൻ പറയുന്നൊന്നും കാര്യാക്കണ്ട, ചെറിയ കുട്ടിയല്ലേന്ന്. നീ എപ്പോഴാടാ എന്നോട് അങ്ങനെ പറഞ്ഞേ? എനിക്ക് അവസരം കിട്ടുമ്പോ ഞാൻ ഗോൾ അടിക്കടാ. പാറുവിന്റെ മനസ്സിൽ എങ്ങനെയും കേറി പറ്റണം എനിക്ക്. നീ കേറി പറ്റിക്ക, അതിൽ എനിക്കൊരു വിരോധമില്ല. ആ ചെക്കനേക്കാ വളഞ്ഞു വിത്തോളാ. കുറെ നേരമല്ലോ രണ്ടാളും കൂടി വലിയ രഹസ്യം പറിച്ചില്ലേ. അല്ല, അങ്ങക്ക് ജ്യൂസ് ഒന്നും വേണ്ടേ? ഇനി ജ്യൂസും കൂടി കുടിച്ചാലേ ഒരു ഷുഗർ വരും ചേച്ചി. അല്ല, പ്രിയക്ക് സ്ട്രോ വേണ്ടേ? ഞാൻ സ്ട്രോ യൂസ് ചെയ്യാറില്ല. അതൊക്കെ മറ്റുള്ളവരൊക്കെ വായിൽ വെച്ചതായിരിക്കില്ലേ. ഇതാ ഹെൽത്തി. അപ്പൊ ഇതൊക്കെ മറ്റാരെങ്കിലും വായിൽ വെച്ച സ്ട്രോ ആണോ? ഇവിടെ അങ്ങനെ മറ്റുള്ളവർ ഉപയോഗിച്ചൊന്നും പിന്നെ ആർക്കും കൊടുക്കാറില്ല. ഇതൊക്കെ ഫ്രഷാ. ആണല്ലേ? എനിക്ക് പിന്നെ സ്ട്രോ ഇല്ലാതെ കുടിക്കുന്നതാ ഇഷ്ടം. ചേച്ചി വേഗം കുടിക്കാം, നമുക്ക് വീട്ടിൽ പോണം. ശരിയാ പാറു, വേഗം കുടിക്കി. അമ്മേനോട് പറയാതെ നമ്മൾ പോകുന്നതേ, ഞങ്ങക്ക് വേഗം പോണം. ശരി ചേച്ചി, വേഗം കുടിച്ചോ. ആ മിലിമോളും അവളുടെ അനിയനും കൂടെ ഇപ്പൊ അവിടെ എന്തെങ്കിലുമൊക്കെ പുകലുണ്ടാക്കിണ്ടാവും. ചിലപ്പോ നമ്മുടെ റൂമിൽ കയറിയിട്ടേ ആ എല്ലാം കൂടെ തട്ടി മറിച്ചിട്ടിട്ടുണ്ടാവും. നമുക്ക് വേഗം പോവാം, ഇനി വൈകാലേ അമ്മയ്ക്ക് സംശയം വരും. മിഠായി വേണം. മിഠായി വാങ്ങാൻ എന്റെ അടുത്ത് പൈസ ഇല്ല. നീ പോയിട്ടേ അമ്മമ്മേനോട് എങ്ങനെയാലും ചോദിച്ചു വാങ്ങിക്കൊണ്ട് വാ. ചേടാ, എന്നാലും ഇവളുമാരിത് എവിടെ പോയി? കൊറേ നേരമല്ലോ പോയിട്ട്. മാമി ഇന്നും ചിലപ്പോ ഇവർക്ക് പൈസ കൊടുത്ത് കാണും. കാണിച്ചു കൊടുക്കാൻ ഞാൻ. അമ്മമ്മേ, അമ്മമ്മേ. എന്താ മോളെ? അല്ല, മോളെന്താ ഇവിടെ മുറ്റത്ത് വന്ന് നിൽക്കുന്നേ? അമ്മമ്മേ, പാറും പ്രിയ അപ്പുകുട്ടനും ഒന്നും ഇവിടെ ഇല്ലല്ലോ. അവർക്ക് ഇന്ന് മാമി മിഠായി വാങ്ങാൻ പൈസ കൊടുത്തെന്ന് എനിക്ക് തോന്നുന്നേ. അതുകൊണ്ട് അവരതും കൊണ്ട് കടയിൽ പോയതായിരിക്കും വാങ്ങിക്കാന്. ഞങ്ങൾക്ക് ഒറ്റ ദിവസം തരൂലല്ലോ. അവർക്ക് ആര് പൈസ കൊടുക്കാനൊന്ന്? പിന്നെ അതിന് മാത്രം പൈസ ഒന്നും ആ സുല്ലിന്റെ അടുത്ത് ഉണ്ടാവൂല. പിന്നെ ഓരാത്തടയിലും ടി വി ആണ് എന്തോ ചെയ്യേക്കോ? ഒന്നല്ല, അമ്മമ്മി കള്ളം പറയാ. അമ്മമ്മ ഇപ്പൊ അവരുടെ സൈഡാണല്ലേ. ഓർക്ക് മാത്രം മിഠായി വാങ്ങി കൊടുക്കുക. ആയിക്കോട്ടെ, ഞാൻ എന്റെ അമ്മേനോട് പറഞ്ഞു കൊടുക്കും. ഞങ്ങൾ ഇപ്പൊ തന്നെ തിരിച്ചു പോകും. എന്താ മിലിമോളെ നീ പറയുന്നേ? അമ്മമ്മയ്ക്ക് അവളോട് സ്നേഹന്നോ? അമ്മമ്മയ്ക്ക് ആയിട്ടുള്ള മൂന്നിന് കണ്ണിന് കണ്ടുകൂടാന്ന് മോക്ക് അറിഞ്ഞൂടെ? മോളെയും പാച്ചുവിനും മാത്രമേ അമ്മമ്മയ്ക്ക് ഇഷ്ടമുള്ളൂ. എന്നിട്ട് എന്റെ അമ്മമ്മ സുലുമാമിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി ഞങ്ങൾക്ക് രണ്ടാക്കും തരാത്തെ. പാച്ചു മിഠായി വേണം എന്ന് ഇവിടുന്ന് കരഞ്ഞിട്ട് അകത്തേക്ക് പോയത്. മോളെ ഇവിടെ നിൽക്ക്, ആ സുലുവിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി തരും ഞാൻ. നിങ്ങളുടെ മക്കൾ കടയിൽ പോയി വാങ്ങിക്കോ. ആയി, നല്ല അമ്മമ്മ. അമ്മമ്മയായ ഇങ്ങനെ വേണം. വേഗം ചെന്ന് പൈസ വാങ്ങിച്ചു അമ്മമ്മേ. ഇപ്പൊ വരാം അമ്മമ്മ. എന്നാ പിന്നെ ഞങ്ങള് പോട്ടെ. കുറച്ചു നേരം കൂടെ കഴിഞ്ഞിട്ട് പോയാ പോരെ? നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാം. അയ്യോ, വീട്ടിലേ ഞങ്ങൾ ആരോടും പറയാതെയാ പോകുന്നത്. അമ്മ ഞങ്ങളെ അന്വേഷിക്കുന്നുണ്ടാവും. പെട്ടെന്ന് എന്നില്ലെങ്കിലേ ഞങ്ങക്ക് നല്ല വഴക്ക് കേൾക്കും. എന്നാ പിന്നെ പ്രിയ പൊക്കോ. പാറും അപ്പുകുട്ടനും ഇവിടെ നിൽക്കട്ടെ കുറച്ചു നേരം കൂടെ. ഞങ്ങൾക്കൊരു കമ്പനി ആവുമല്ലോ. അല്ല, അമ്മ വഴക്ക് പറയുമെങ്കിൽ നിങ്ങൾ പൊക്കോ, പെട്ടെന്ന് തന്നെ പോയിക്കോ, അതാ നല്ലത്. എന്താടാ നീ അങ്ങനെ പറഞ്ഞേ? അങ്ങനെ നീ ഒറ്റയ്ക്ക് സൊള്ളാന്ന് വിചാരിക്കണ്ട. എടാ ദുഷ്ടാ. ഞാനല്ല, നീ തന്നെയാ ദുഷ്ടേ. കൂടെ നിന്ന് കാല് വാരുന്നവൻ. നിന്നെയൊക്കെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി എന്നെ പറഞ്ഞാൽ മതിയല്ലോ. വീണ്ടും രണ്ടാളോട് രഹസ്യം പറയാൻ തുടങ്ങിയല്ലോ. ഞങ്ങൾ പോവാ. നിങ്ങളോട് രഹസ്യം പറഞ്ഞിരുന്നോ? രഹസ്യം പറഞ്ഞൊന്നല്ല, നിങ്ങൾ ഇനി ഇടയ്ക്കിടയ്ക്ക് വരണമെന്ന് പറഞ്ഞതാ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അപ്പോഴൊക്കെ നിങ്ങൾ ഉണ്ടാവും ഇവിടെ. പിന്നെ ഇതെന്റെ അമ്മാവിന്റെ കടയെന്ന് പറഞ്ഞില്ലേ, എപ്പോഴും ഞങ്ങൾ ഉണ്ടാവും. ക്ലാസ് ടൈം വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ ടൈമും ഞങ്ങൾ ഇവിടെ തന്നെ കാണും. എന്നാ പിന്നെ ചേട്ടന് ക്ലാസ്സിൽ പോവാതെ ഇവിടെ തന്നെ സ്ഥിരമായിട്ട് ഇരുന്നാ പോരെ? ഒരു പണിയാവല്ലോ. ചേട്ടനൊന്നും പഠിച്ചിട്ട് ഒരു പണിയും കിട്ടൂല എന്തായാലും. മോന് വിവരമുണ്ട്. അപ്പുകുട്ടാ, എന്തൊക്കെയാ വിളിച്ച് പറയുന്നേ? മൂത്തവരോട് എങ്ങനെ സംസാരിക്കേണ്ടതെന്ന് നിനക്ക് അറിയില്ലേ? നടന്നേ. എന്നാ ചേട്ടന്മാരെ ഞങ്ങൾ പോവാട്ടോ. ആ ചെക്കന് ഞാൻ നല്ല പണി കൊടുക്കൂട്ടോ. അങ്ങോട്ട് ചെല്ലി കൊടുക്കാൻ. അതെ, നല്ല വിളഞ്ഞ വിത്താ. വെറുതെ അതിനോട് കളിക്കാൻ പോണ്ട. എന്റെ ഭാവി അളിയനല്ലേന്ന് കരുതിയിട്ടാ ഞാൻ ഇതെല്ലാം ശ്രമിക്കുന്നേ. എന്നാലും അവർ ഇത്ര പെട്ടെന്ന് പോണ്ടായിരുന്നു. എടാ, നമുക്കൊരു കാര്യം ചെയ്താലോ? ഈ ജ്യൂസ് കടേ പ്രിയന്റെയും പാറിന്റെയും വീടിന്റെ അടുത്തേക്ക് മാറ്റിയാലോ? എന്നിട്ട് എന്തിനാ ഇത് പൂട്ടിക്കാനാ? എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഉന്തുവണ്ടിയിലേ ഫ്രൂട്ട്സ് ഒക്കെ എടുത്തു വെച്ച് ഇങ്ങോട്ട് വിൽക്കാൻ കൊണ്ടായാലോ? അവരുടെ വീടിന്റെ മുന്നിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. എന്നിട്ട് വേണം അവരുടെ വീട്ടുകാർ കൂടി സംശയം തോന്നാൻ. നീ വല്ല തല്ല് കിട്ടാത്ത വല്ല പരിപാടി ഉണ്ടെ പറയും. എന്നാ പിന്നെ ഞാൻ എന്റെ വീട്ടിൽ പോവാ. ഈ ആയി എന്റെ ജ്യൂസ് കടയായി. അയ്യടാ, എന്റെ മാമൻ തിരിച്ചു വരുന്നവരെ നീ ഇവിടെ നിന്നിട്ട് പോയാ മതി. പിന്നെ എനിക്കൊന്നും വയ്യ. വീട്ടിൽ കുടുംബശ്രീന്റെ മീറ്റിംഗ് നടക്കുക. പെമ്പിള്ളാരെ ഡാൻസ് ഒക്കെ ഉണ്ട്. അപ്പോഴാ അതും കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് നിന്നത്. എന്തായാലും വന്നതുകൊണ്ട് എന്റെ പാറുവിനെ ഒന്ന് കാണാനായി. ഇനിയിപ്പോ എന്തായാലും അവൾ ഇന്നും കൊണ്ട് വരൂലല്ലോ. അവിടെ ഞാൻ പോവാ. എടാ ദുഷ്ടാ,
നീ വേണേ നീയും പോന്നോ, നിനക്ക് കാണാം ഡാൻസും പ്രോഗ്രാമും ഒക്കെ. അപ്പൊ കടയോ? ഷട്ടർ ഇടടാ. അതിന് ഈ കടക്ക് എവിടെയാടാ ഷട്ടർ? എന്നാ നീ എന്തായാലും ചെയ്യും, ഞാൻ പോവാ. ഓ ആയിക്കോട്ടെ, എന്നാ പിന്നെ നീ പൊക്കോ, ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ നിന്നേക്കാം. ഇനി നിന്റെ ഒരു ആവശ്യത്തിന് എന്നെ വിളിക്കാൻ നിൽക്കണ്ട, ഞാൻ വരത്തില്ല. എടാ നീ അങ്ങനെ പറയല്ലേ, ഭാവിയിൽ നമ്മൾ അളിയന്മാരാണെന്നുള്ള കാര്യം നിനക്ക് അറിഞ്ഞൂടെ? എന്നിട്ടാണോ നീ എന്നോട് ഇങ്ങനെ പെരുമാറുന്നേ? ഇങ്ങനെയാണെങ്കിൽ എന്റെ ഭാര്യയും അനിയത്തിനെ ഞാൻ നിനക്ക് കെട്ടിച്ചേരുന്നു നീ പ്രതീക്ഷിക്കണ്ടടാ. ഭാര്യയുടെ അനിയത്തിയോ? എപ്പോഴായിരുന്നു പ്രിയ നിന്റെ ഭാര്യയായത്? ആകും എടാ ആകും. അതിനുവേണ്ടി ഞാൻ നല്ലോണം പരിശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല നിന്റെ പാറുവിനെ പോലെയല്ല, പ്രിയയ്ക്ക് എന്നോടൊരു നോട്ടമുണ്ട്. നീ വേണേ ഒന്ന് ശ്രദ്ധിച്ചു നോക്കേണ്ടി ഇനി കാണുമ്പോ. ഇതൊക്കെ എന്റെ പാഴ്ക്കിനാവാടാ, നീ അത് കൊണ്ട് നടക്ക്, അതെന്നെ ഉണ്ടാവും. ഇപ്പൊ തൽക്കാലം എന്റെ കൂടെ വരുന്നുണ്ടേവാ, ഈ കടയൊക്കെ ഇതുപോലെ തന്നെ ഉണ്ടാവും ഈ ഒരു 10 ദിവസം കഴിഞ്ഞ് വന്നാലും. ചേട്ടാ 2 ജ്യൂസ് വേണം. ഓ എങ്ങനെങ്കിലും ഇതൊന്ന് അടച്ചു പോവാന്ന് വിചാരിക്കുമ്പോ ഓരോന്ന് വരുന്ന കണ്ടില്ലടാ. എന്തായാലും പറഞ്ഞൊന്ന് ഒഴിവാക്കടാ. അതെ ജ്യൂസ് തീർന്നു പോയല്ലോ. ജ്യൂസ് തീർന്നു പോയണോ? തീർന്നു പോയിട്ടുണ്ടെങ്കിൽ ജ്യൂസ് അടിക്കണോ? ഇവിടെയൊക്കെ കണ്ടില്ല ഫ്രൂട്ട്സ് അല്ലേ ഇരിക്കുന്നത്. എടോ പോടോന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും, ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ ജ്യൂസും ഇല്ല ഫ്രൂട്ട്സും ഇല്ല, പൊക്കോണം. അയ്യോ അല്ല, ഫ്രൂട്ട്സ് കടയിൽ ജോലി ചെയ്യുന്നവനെ തമ്പുരാനെന്ന് വിളിക്കുന്നേ. ഇതൊക്കെ ഇവിടുന്ന് കുറ്റി വിളിച്ച് വരുന്നടാ. ആ പാറും പ്രിയൊക്കെ ഇവിടെ വന്നപ്പോ നിങ്ങൾക്ക് ജ്യൂസ് കൊടുക്കാല്ലേ? ഞാനും എന്റെ പാച്ചു വരുമ്പോ മാത്രം തന്നത് ജ്യൂസ് കൊടുക്കാൻ പറ്റായിക. പാറുവിന്റെ പ്രിയന്റെ വീട്ടിൽ നിന്നാണോ വരുന്നേ? ആണെങ്കിൽ ജ്യൂസ് തരാ. അതെന്താ അങ്ങനെ? അവരുടെ വീട്ടിൽ നിന്ന് വരുന്നവർക്ക് മാത്രമേ നിങ്ങൾ ജ്യൂസ് കൊടുക്കുള്ളൂ? അല്ല, അവര് ഞങ്ങളുടെ ഫ്രണ്ട്സാ, അതുകൊണ്ട് പറഞ്ഞതാ. ഞങ്ങള് ഇത് അടച്ചിട്ടേ പോവാൻ നിക്കായിരുന്നു, അതാ. അപ്പൊ അതാണ് അവളുമാർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് തുള്ളി പുറപ്പെടുന്നത്. ഇതുപോലെ ലൈനായിരിക്കും. ശരിയാക്കി തരാം ഞാൻ. അല്ല എന്താ ആലോചിക്കുന്നേ? ജ്യൂസ് വേണ്ടേ? പിന്നെ ജ്യൂസ് വേണല്ലോ. അല്ല ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് വിവേക്, ഇവന്റെ പേര് വരുണ്. ഞങ്ങൾ പാറന്റി പ്രിയന്റെ സ്കൂളിലാണ്. കുട്ടി ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ അമേരിക്കയിലായിരുന്നു, എന്നെ ഇവിടെ ചേർത്തിട്ടില്ല. ഇനിയോട്ട് ഞാൻ അവരുടെ സ്കൂളിൽ തന്നെയാ വരുന്നേ. എടാ വരണേ, ഇവള് വഴി നമുക്ക് മറ്റവരെ സെറ്റ് ആക്കാടാ. നീ തൽക്കാലം ഒരു ലവ് ലെറ്റർ ചെയ്ത് അത് ഈ പെണ്ണിന്റെ കയ്യിൽ കൊടുത്തുവിടാം നമുക്ക്. അത് വേണോടാ, കുഴപ്പാവോ? ഇവിടെ വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കടാ, നല്ല കുട്ടിയാ, കണ്ടായിരുന്നൂടെ? എന്നാ നീ എഴുത്, നിനക്കല്ലേ നല്ല ഭാവനയൊക്കെ ഉള്ളത്. അല്ല എന്താ നിങ്ങൾ പറയുന്നേ? അത് പിന്നെ പ്രിയന്റെ ഒരു ബുക്ക് എന്റെ അടുത്ത് ആയിപ്പോയി, കൊടുക്കാൻ മറന്നുപോയി. കുട്ടി അതൊന്ന് കൊടുക്കുവോ? പിന്നെന്താ, ഞാൻ കൊടുക്കാലോ. അത് തന്നെ ലവ് ലെറ്റർ ആയിരിക്കും. എന്നോടാ കളി. എന്നാ നിങ്ങൾ ഇരിക്കി, ഞാൻ ജ്യൂസ് എടുത്ത് തരാവേ. ഞാൻ പോയി ബുക്ക് എടുത്തിട്ട് വരാനാല്. പെട്ടെന്ന് വരണേ. ഓ വേഗം വരാം. കൊടുക്ക്, രണ്ടുപേരും ജ്യൂസ് കൊടുക്കേട്ടോ. എടാ വരണേ, ദാ ബുക്ക്. എടാ നീ എന്തൊക്കെയാ എഴുതിയേ? കുഴപ്പാവില്ലായിരിക്കല്ലേ? പിന്നെ എന്ത് കുഴപ്പമാനാടാ, നീ ഇങ്ങനെ പേടിക്കാതെ. എത്രമാത്രം ലവ് ലെറ്റർ എഴുതിയ കൈകളാ എന്റത്. അതന്നെ എനിക്ക് പേടി. ഈ ബുക്ക് നിങ്ങളെ പ്രിയന്റെ കയ്യിൽ തന്നെ കൊടുക്കണം കേട്ടോ, വേറെ ആർക്കും കൊടുക്കരുതേ. ഇല്ല, ഞാൻ വേറെ ആർക്കും കൊടുക്കില്ല. പ്രിയ ചേച്ചിയുടെ കയ്യിൽ മാത്രമേ കൊടുക്കത്തുള്ളൂ. കുട്ടിക്ക് പ്രിയയെ അത്രയ്ക്ക് ഇഷ്ടമാണല്ലേ? പിന്നെ ജീവനാ, ജീവന്റെ ജീവനാ. ഓ ഇപ്പഴാ സമാധാനായത്. അതെന്താ ചേട്ടാ? ഒന്നുമില്ല, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബുക്കാ, മിസ്സായി പോവോന്ന് പേടിച്ചിട്ടേ. ഓ അങ്ങനെ. എന്നാ ശരി ചേട്ടാ, ഞങ്ങൾ പോട്ടെ. ആയിക്കോട്ടെ, പാറുവിനോട് എന്റെ അന്വേഷണം പറയണേ. വിവേകേട്ടൻ അന്വേഷിച്ചെന്ന് പറഞ്ഞാൽ മതി. പറയാം, രണ്ടാളോട് പറയാം. പാച്ചു വാ, നമുക്ക് പോവാം. എന്തൊരു നല്ല പിള്ളേര് അല്ലടാ. എന്തായാലും നിന്റെ ഐഡിയ കൊള്ളാം, ചീറ്റി പോവാതിരുന്നാ മതിയായിരുന്നു. പ്രിയന്റെ കയ്യിൽ തന്നെ കൊടുക്കില്ലേടാ അവര്. പിന്നെ ആ കുട്ടിയെ കണ്ടറിയില്ലേ, നല്ല സ്വഭാവമാണെന്നേ. പെരുമോളെ ഇവിടെ എവിടെയും കാണാനില്ലല്ലോ, അവളിനി പോയോ? പിന്നെ അവൾ അങ്ങനെ ഒഴിഞ്ഞു പോകുന്ന എനിക്ക് തോന്നില്ല. അവളുടെ അനിയനെ ഇവിടെ കാണുന്നില്ല, പക്ഷെ അവളുടെ അമ്മ ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ കണ്ട്. എന്നാ പിന്നെ കിടന്ന് ഉറങ്ങുമല്ലോ ആയിരിക്കും. ഇന്ന് സ്കൂളിലല്ലോ, നമുക്ക് അച്ഛനോട് പറഞ്ഞ സിനിമയ്ക്ക് പോയാലേച്ചി. എന്നിട്ട് വേണം അവരെയും കൂടി കൊണ്ടുപോകാനല്ലേ. ആയാലും നല്ല പോവാത്തെ, നമുക്ക് ഇവിടെ ടിവിയിൽ വല്ലതും വെച്ച് കാണാം. പക്ഷെ ടി വി കാണാൻ പോയാലും അവിടെ അവര് വേറെ വരൂലേ. പിന്നെ അവർക്ക് ഇഷ്ടമുള്ള ചാനൽ എന്നെ വെക്കേണ്ടി വരും. നമ്മൾ വെറുതെ സിനിമ ഒന്നും വെക്കൂല. അതിനൊക്കെ നമുക്ക് വഴി ഉണ്ടാക്കാം. നമുക്ക് റിമോട്ട് എടുത്ത് ഒളിപ്പിച്ച് വെക്കാടി. പിന്നെ അവർക്ക് കൊടുക്കണ്ട, നമുക്ക് ഇഷ്ടമുള്ള വെച്ചിട്ടേ ഒളിപ്പിച്ച് വെക്കാം റിമോട്ട്. എന്നാ ചേച്ചി നമുക്ക് മണിച്ചിത്രത്താഴ് ഇടാം, അതാവുമ്പോ അവർക്ക് പേടിയായിരിക്കും, അതുകൊണ്ട് അവര് വരത്തില്ല. അത് സൂപ്പർ ആടി. പ്രേത സിനിമ ആകുമ്പോ അവര് വരൂല. അല്ലെങ്കിൽ നമുക്ക് പകൽപൂരം കാണാം.